Good morning. Hello everyone. Today we are discussing about the topic on BSSS 183 Unit 1 Universal Human Values. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പറാണ് BSSS 183 ലൈഫ് സ്കിൽസ്. ഓക്കെ, ഈ ഒരു പേപ്പറിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലൈഫ് സ്കിൽസ് ആണ്. ലൈഫിൽ നമ്മൾ ലൈഫ് സ്കിൽസ് പറഞ്ഞ എന്താ, നമ്മുടെ സ്കില്ലുകളിലെ നമ്മൾ അറ്റൈൻ ചെയ്യുന്ന, നമ്മൾ ലൈഫിൽ അറ്റൈൻ ചെയ്യുന്ന സ്കില്ലുകൾ, നമുക്ക് ഒരുപാട് ലൈഫ് സ്കില്ലുകളുണ്ട്. നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ, നമ്മൾ ഈ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ലീവ് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ലൈഫിന്റെ സ്കില്ലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്കില്ല് നമ്മുടെ സൊസൈറ്റിയുമായിട്ട് നമ്മൾ ഒരുപാട് ടോക്കേറ്റ് ചെയ്യണം, നമുക്ക് ഒരുപാട് നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് നമ്മുടെ കൾച്ചറിൽ, നമ്മുടെ ബിഹേവിയറിൽ, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ, ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരുപാട് വാല്യൂസ്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതേപോലെ എങ്ങനെയാണ് ഒരു ലൈഫ് സ്കില്ല്, എങ്ങനെയാണ് നമ്മൾ സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്, അതിൽ ഈ സൊസൈറ്റി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ അഫക്റ്റ് ചെയ്യുന്നത് ഒക്കെയാണ് ഈ ഒരു പേപ്പറിലെ കോഡ് എന്ന് പറയുന്നത് BSSS 183 ലൈഫ് സ്കിൽ എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ, ഈ ഒരു പേപ്പറിന്റെ പേര്. ഈ പേപ്പർ നമ്മൾ പഠിക്കുന്നത്, ഇതിൽ നമ്മൾ പഠിക്കുന്നത് ലൈഫ് സ്കില്ല്, എങ്ങനെയാണ് ലൈഫിൽ ഓരോ സ്കില്ലും നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്, അതിന് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു പേപ്പർ ത്രൂ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോരോ ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5 ബ്ലോക്സ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ 70 യൂണിറ്റ്സ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 ആയിട്ടുള്ള സിവിക് അവയർനെസ്സിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 പറയുന്നതാണ് സിവിക് അവയർനെസ്. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാറുണ്ട്, ഒരു അവയർനെസ് കിട്ടണം അല്ലെ. ഹ്യൂമൻ വാല്യൂസ്, ഈ ഒരു ബ്ലോക്കിൽ ത്രൂ പറയുന്ന ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എന്താണ് നമുക്ക് അവയർ കിട്ടണം. നമ്മളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, അപ്പൊ നമുക്ക് എന്തുണ്ട്, നമുക്ക് ലിബർട്ടി വേണം, ജസ്റ്റിസ് വേണം, ഇക്വാളിറ്റി വേണം അല്ലെ. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് വേണം. അപ്പൊ നമുക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടേണ്ടതുണ്ട് അല്ലെ. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് കിട്ടണം, ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടണം, ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ ഹ്യൂമൻ വാല്യൂസ്, ഓരോ മനുഷ്യനും, ഓരോ ഹ്യൂമൻ ബീങ്സും, നമ്മൾ എന്താണ് ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, വാല്യൂസ് ഉണ്ട്, ഹ്യൂമൻ വാല്യൂസ് ഉണ്ട്. നമ്മൾ എങ്ങനെയാ ഹ്യൂമൻ വാല്യൂസ് അറ്റൈൻ ചെയ്യുക, എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണോ? ഇപ്പൊ നമ്മള് ഒരു ഇൻ ബർത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമോ? അല്ല, നമുക്ക് നമ്മുടെ ഫാമിലീസിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മൾ ലീവ് ചെയ്യുന്ന സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മളെ റിലീജിയൻ ഏതാണോ, നമ്മളെ കാസ്റ്റ് ഏതാണോ, അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും എന്താണ് ഒരു മിക്സ്ഡ് വേർഷൻ ആണ് എന്ത്, നമ്മുടെ ഒരു ഹ്യൂമൻ വാല്യൂ എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്പീരിയൻസ് മുഖാന്തരം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്താണ് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. നമുക്ക് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിനെ, നമ്മുടെ ഈ ലൈഫിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇങ്ങനെ നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കിടക്കുന്നത് അല്ലെ. ഒരുപാട് ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കിടക്കുന്നത്. ആ ഇന്റർ കണക്ട് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യൂസിനെ, നമ്മുടെ കൾച്ചേഴ്സിനെ, നമ്മുടെ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുത്തുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ബ്ലോക്ക് 1 നമ്മൾ പറയുന്ന ഒരുപാട് അവയർനെസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സൊസൈറ്റിയിൽ നിന്ന്, നമ്മൾ ജീവിക്കുന്ന കൺട്രിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടാനുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചില ഫാക്ടേഴ്സ് നമുക്ക് അറിയുന്നില്ല, നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ നമ്മൾ ആ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബിഹേവിയറിൽ വരുന്നത്. അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന സ്കില്ലുകൾ, നമ്മുടെ ലൈഫിലെ സ്കില്ലുകൾ, നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ ലൈഫിനെ നമ്മൾ മാത്രമാണോ നമ്മുടെ ലൈഫിൽ ബാധിക്കുന്നത്, നമ്മൾ എന്നുള്ളൊരു ഫാക്ടർ,
ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എന്നുള്ള ഫാക്ടർ മാത്രമാണ് എന്നെ അഫക്ട് ചെയ്യുന്നത് അല്ല. ഇതിന് ഇന്റർ കണക്ട് ആയിട്ട് വരുന്ന ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ ലൈഫിനെ ബാധിക്കുന്നുണ്ട്, എന്റെ ലൈഫിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിനെ ഓരോ സ്കില്ലിനെയും ചേഞ്ചസ് വരുത്തുന്നുണ്ട്, അത് കണക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഫൈവ് ബ്ലോക്കിൽ നമ്മൾ 70 യൂണിറ്റ്സ് ആയിട്ട് ഈ ഒരു പേപ്പർ നമ്മൾ കവർ ചെയ്യാനാണ്. ഈ ഒരു പേപ്പർ നമ്മൾ കവർ ചെയ്യും. അപ്പൊ എന്താണ്, ഇതാണ് ഈ ഒരു പേപ്പറിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പേപ്പറിന്റെ ഓവർവ്യൂ. ഇനി നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് യൂണിറ്റ് 1, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഓക്കെ, ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമനിറ്റി, ഹ്യൂമൻ ബീയിങ് അല്ലെ. നമ്മൾ എല്ലാവരും ഓരോ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലെ. എല്ലാവരും ഓരോ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആ ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും എന്തുണ്ട്, അവരുടേതായുള്ള വാല്യൂസ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, കാസ്റ്റ് ഉണ്ട്, റിലീജിയൻ ഉണ്ട് അല്ലെ, എല്ലാം ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ഫ്രം ബർത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമോ? ഇല്ല. നമുക്ക് ഫ്രം ബർത്ത് കുറച്ച് അതായത് നമ്മുടെ കാസ്റ്റ് എന്താണ്, നമ്മുടെ ഫ്രം ബർത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കാസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഫാമിലിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്, ഫാമിലിയിലാണ് നമ്മൾ ലിവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാക്ടേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ, നമ്മുടെ ബിഹേവിയേഴ്സിനെ, നമ്മുടെ കൾച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ വാല്യൂസിനെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഫക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹ്യൂമൻ വാല്യൂസ് അല്ലെ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ബിഹേവിയർ ചേഞ്ചസ്. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കോളേജ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട് അല്ലെ. നമ്മൾ ആ ഒരു ഫ്രം ബർത്ത്, ആ ജനിച്ച ഒരു ടൈമിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോൾ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലെ. അതായത് അവിടെ ഉണ്ടാകുന്ന എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ആർട്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു ആർട്സിൽ ഒരു സ്പീച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. ആ സ്പീച്ച് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം ആണ്. നമ്മൾ എന്താണ്, ഇൻ ഫ്രണ്ട് ഓഫ് ഒരുപാട് ക്രൗഡ് അല്ലെ, ഒരുപാട് ക്രൗഡിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അവിടുന്ന് എന്ത് കിട്ടാനുണ്ട്, ഒരു പവർ വരാനുണ്ട്, ഒരു കറേജ് വരാനുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് സൊസൈറ്റിയിലുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ നമുക്ക് എന്തും നേരിടാൻ, എന്തും ഫേസ് ചെയ്യാൻ, ഏത് സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യാന്, ഏത് പ്രോബ്ലത്തെ നമുക്ക് ഫേസ് ചെയ്യാന്, കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കാന്, ഏത് സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോവാൻ അവിടെ നമുക്കൊരു വിൽ പവർ വരുന്നുണ്ട്. നമ്മുടെ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസ് അവിടെ എന്താവുന്നുണ്ട്, ചേഞ്ച് ആവുന്നുണ്ട്, ഇൻക്രിമെന്റ് വരുന്നുണ്ട്. നമുക്ക് തന്നെ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എന്താണ്, ഒരു യൂണിവേഴ്സൽ, ഒരു എല്ലാ വ്യക്തികൾക്കും ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ്, അതായത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും ബിഹേവിയറിലെ വാല്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ വാല്യൂസ്. അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, മനസ്സിലാക്കാണ് എന്താണ് ഹ്യൂമൻ വാല്യൂസ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഇൻഫ്ലുവൻസസ് ഫ്രം കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഇൻഫ്ലുവൻസസ് ഫ്രം കൾച്ചർ ആൻഡ് സൊസൈറ്റി, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഇപ്പൊ ഞാൻ എൻ്റെ വീടിന്റെ സറൗണ്ടിങ്സ്, എൻ്റെ വീട്ടിൽ ആ ഒരു സൊസൈറ്റി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. അതായത് എന്റെ കൾച്ചേഴ്സ്, എന്റെ ബിഹേവിയർ, ഇപ്പോ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു കൺട്രി, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്ത്, ഫോറിൻ കൺട്രീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീഡം വരുന്നുണ്ട്, നമുക്ക് എല്ലാ കാലത്തും ഫ്രീഡം ഉണ്ട്.
അവിടെ എന്താണ് ഇപ്പൊ ഗേൾസിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വുമൻസിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ അവർക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ അവർക്ക് ഒരുപാട് ഫ്രീഡം കിട്ടുന്നുണ്ട്. വർക്ക് ചെയ്യാനായിക്കോട്ടെ, അതിന്റെ ബാക്കി ടൈം സ്പെൻഡ് ചെയ്യാന്, ഒരുപാട് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ എന്താ ഒരുപാട് ഫ്രീഡം അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവരുടെ കൾച്ചർ ആ ഒരു സൊസൈറ്റിക്ക് അനുസരിച്ച് അവര് ലിവ് ചെയ്യുന്ന ആ സൊസൈറ്റിക്ക് അനുസരിച്ച് എന്താണ് അവരുടെ കൾച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അവരുടെ കൾച്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഗൾഫ് കൺട്രിയിലുള്ള കൾച്ചറാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫോളോ അപ്പ് ചെയ്യുന്നത്. അവർക്ക് നമ്മൾ നൈറ്റ് നമ്മൾ പുറത്ത് പോകുന്നത്, നമ്മൾ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത്, ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ലേഡീസിന് അല്ലേ, ആ ഒരു ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ. ബട്ട് നമ്മുടെ ഈ ഒരു ലോക്കൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ എന്താ അതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മളും എന്താ ചെയ്യുന്നത്, ഒതുങ്ങിക്കൂടി നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്, ആ ഒരു കൾച്ചറിലോട്ട് നമ്മൾ മാറാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ കൾച്ചർ, അതേപോലെ നമ്മുടെ സൊസൈറ്റിയിലോട്ട് ആയിക്കോട്ടെ, നമ്മുടെ സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ ഈ അപ്ഡേറ്റഡ് ആവാത്ത സൊസൈറ്റി ആണ് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോ ഒരുപാട് ഈ ബോയ്സ് ജെൻസിന്റെ കേസിൽ എന്തുണ്ടാവില്ല, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവില്ല. ബട്ട് അതെന്താണ് വുമൻസിന്റെ കേസിൽ എടുക്കുമ്പോൾ എന്താ അവരുടെ ബിഹേവിയേഴ്സിനെയും ഒരുപാട് കാര്യങ്ങൾ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൊത്തത്തിൽ നമ്മൾ ജീവിക്കുന്ന ആ ഒരു കൾച്ചർ, ആ ഒരു സൊസൈറ്റി, അതെന്താണ് നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ആ സൊസൈറ്റിയിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. ആ ഒരു ഏതൊരു സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് അവരുടെ എന്താണോ റൂള്, ആ റൂൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിന് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നുണ്ട്. ഹ്യൂമൻ വാല്യൂസിന് അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഏതൊരു കൾച്ചർ, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കൾച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളെ ലോക്കൽ ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ തന്നെ എന്താണ് ഒരുപാട് മാറ്റങ്ങൾ അല്ലെ, അവിടുത്തെ ഒരു കൾച്ചർ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ആയിക്കോട്ടെ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അധിക നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഈവനിങ് ടൈമിൽ പുറത്തിരുന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ആ രീതിയിൽ എന്ത് വരും, ടോക്ക് വരാറുണ്ട് അല്ലേ. അപ്പൊ അതേപോലെ ഇപ്പൊ നമ്മൾ ഗൾഫ് കൺട്രീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ എന്താണ് ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സ്പെൻഡ് ചെയ്യാം. അതിനൊന്നും എന്തില്ല, ഒരു പ്രശ്നങ്ങളില്ല, ഒരു ലീഗലി ഒരു ഇഷ്യൂസും വരുന്നില്ല അല്ലെ. അതേപോലെയാണ് പിന്നെ ചില സൊസൈറ്റികളിൽ അവരെന്താണ് ഇന്ന കോഴ്സുകളെ പഠിക്കാൻ പറ്റുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്ന കോഴ്സുകളെ എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ചില കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവര് അത്രയും എന്താണ് അവർക്ക് പഠിപ്പില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു ജോബിന് കയറി കഴിഞ്ഞാൽ എന്താണ് അത്രയും സാലറി കുറഞ്ഞ ജോബാണ്, അത്രയും എന്തില്ല ഏത് നമ്മുടെ സൊസൈറ്റിയില് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി, ഒരു വ്യക്തി എന്താണ് ഈ കോഴ്സ് എടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടിയ വ്യക്തിക്ക് ഇപ്പോ സയൻസ് ഫീൽഡിൽ മാത്രമേ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ അവർ ആ ഫീൽഡ് മാത്രമേ പ്രിഫർ ചെയ്യാൻ പറ്റൂ, അങ്ങനെ എന്തുണ്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അല്ലാതെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടി എന്താണ് ഒരു സോഷ്യോളജി എടുത്തു കഴിഞ്ഞാൽ, ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ എന്താ അവിടെ എന്താണ് അത് എന്തിനെടുത്തു, അത് എന്തുകൊണ്ടാണ് അതെടുത്തത്, എല്ലാവരും സയൻസ് അല്ലേ എടുക്കേണ്ടത്, അങ്ങനെ എന്താ ചില കൺസെപ്റ്റുകളാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉള്ളത്. അതായത് അപ്പൊ അതൊക്കെ ഇപ്പൊ ഫുൾ എ പ്ലസ് കിട്ടിയൊരു കുട്ടിക്ക് ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്നുണ്ടാവും. ബട്ട് എല്ലാവരും വീട്ടിലെ ഫാമിലിയിലും ആ സൊസൈറ്റിയിലും പറയുന്ന പോലെ എന്താണ് ചിലപ്പോൾ അവരെന്താണ് ഹ്യൂമാനിറ്റീസ് സയൻസ് തന്നെ എന്താണ് എടുക്കേണ്ടി വരും. അങ്ങനെ എന്താ സൊസൈറ്റിയിൽ എന്താണോ നമ്മുടെ ആ ലോക്കൽ ഏരിയയിൽ എന്താണോ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, ആ ഒരു രീതിയിലാണ് എന്ത് അത് നമ്മളെ കൾച്ചറിനെയും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയും എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് സ്കില്ലിനെയും ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വുമൻസിന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഡ്രസ്സിങ് സ്റ്റൈലില് അല്ലെ, ചിലപ്പോ എന്താണ് എപ്പോഴും ഈ ഒരു മുസ്ലിംസിന്റെ കേസൊക്കെ എടുത്തു കഴിഞ്ഞാല് അവർ പർദ്ദ വിയർ ചെയ്യല്ലേ, അവരധികം ഒരുപാട് ഫുൾ കവറിങ്ങിലാണ് അധികം പുറത്തു പോകുന്നത്. അപ്പോ നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ വിയർ ചെയ്യുമ്പോൾ എന്താ അതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യും, സൊസൈറ്റി എന്ത് പറയും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ത് പറയും, അല്ലെങ്കിൽ വീട്ടിൽ എന്ത് പറയും, അങ്ങനെ എന്താണ് നമുക്ക് ഇഷ്ടമുള്ള, അതായത് നമുക്ക് എന്തിനു പോലും ഉള്ള റൈറ്റ് ഇല്ല, നമ്മുടെ ഡ്രസ്സ് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പോലുള്ള റൈറ്റ് ഇല്ല. അങ്ങനെയൊക്കെ എന്താണ് ആ ഒരു അവിടെ എന്താണോ റൂള്, നമുക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇടാൻ പറ്റില്ല. അവിടെ എന്താണോ റൂള് ആ റൂളിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ മൂവ് ഓൺ ചെയ്യണം. ബട്ട് നമ്മൾ പുറത്ത് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ എന്താ അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈൽസ്, അവർക്ക് ചിലപ്പോൾ എന്താണ് അവർക്ക് ഓരോരുത്തർക്കും എന്താണോ ഇഷ്ടം ആ രീതിയിൽ എന്ത് ചെയ്യാം. നമ്മൾ ഒരുപാട് പേര് ഇവിടുത്തെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഫാമിലീസ് ആയിക്കോട്ടെ, എല്ലാവരും എന്താ പുറത്ത് കൺട്രീസിൽ പോയിട്ട് അവിടെ ലൈഫ് സെറ്റ്
സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു ഫ്രീഡം ഉണ്ട്, ഒരു ലിബറേഷൻ. അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാൻ പോകാനും അതേപോലെ നമ്മുടെ ഇഷ്ടത്തിലുള്ള ഫ്രീഡം എല്ലാം എന്തുണ്ട്, പുറത്ത് കൺട്രീസിലുണ്ട്. അപ്പൊ ആ ഒരു കൾച്ചർ ആകുമ്പോൾ എന്താണ്, അത് നമ്മുടെ ലൈഫ് സ്കില്ലുമായി വളരെയധികം സെറ്റായി പോകുന്നതാണ്. അപ്പൊ നമ്മൾ എവിടെയാണോ ലിവ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മൂവ് ചെയ്യും, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ അഫക്ട് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നു, ഇവിടെ നമ്മൾ ജീവിക്കുന്നതും പുറത്ത് പോയി ജീവിച്ചാലും കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റും. നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാനേ പറ്റും. അപ്പോ നമ്മൾ ജീവിക്കുന്ന നമ്മളെ കൾച്ചർ, നമ്മുടെ സൊസൈറ്റി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഫാമിലി ആൻഡ് അപ്ബ്രിങ്ങിങ്. ഫാമിലി ആൻഡ് അപ്ബ്രിങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫ്രം ബർത്ത് മുതൽ എന്താണ് ഒരു 18 ഇയേഴ്സ് ഓൾഡ് വരെ എവിടെയാണ്, നമ്മൾ ഫാമിലിയിൽ തന്നെയാണ്. ചില കേസിലാണ് എന്ത്, നമ്മൾ പുറത്ത് പോയിട്ട് പഠിക്കുന്നവരൊക്കെ ഫാമിലിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അധികം നമ്മൾ ഫാമിലിന്റെ കൂടെ വിത്ത് ഫാമിലിയാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് പ അവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് അത് നമ്മളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലാംഗ്വേജസ് ആയിക്കോട്ടെ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന കൾച്ചർ ആയിക്കോട്ടെ, നമ്മുടെ ബിഹേവിയർ ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മൾ മൂവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാം അഫക്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്, ഫാമിലിയിൽ നിന്നാണ്. നമ്മുടെ ലൈഫിന് വളരെയധികം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഹ്യൂമൻ വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ. അവിടെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങള് അവർ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാണ്, അത് വെച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അതാണ് എന്ത്, ഫാമിലി എന്ത് ചെയ്യുന്നത്, നമ്മളെ വളരെയധികം അഫക്ട് ചെയ്യുന്നത്. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഓരോ കാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം ഫാമിലിയും ഹിന്ദുസ് ഫാമിലിയും നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, ഒരുപാട് ചേഞ്ചസ് അതിൽ കാണാൻ കഴിയും നമുക്ക്. ഇപ്പോൾ മുസ്ലിംസിന്റെ കേസ് ആകുമ്പോൾ എന്താ, നമ്മൾ ഒരു 7 PM അല്ലെ, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എന്താ, പുറത്തിറങ്ങാൻ പാടില്ല. അതെന്താണ്, ആ ഒരു 7 to 8 മണി എന്താണ്, പുറത്തിറങ്ങാൻ പാടില്ല. അത് കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങാം. അല്ലെങ്കിൽ എന്താ, അവര് ഫോളോ അപ്പ് ചെയ്യുന്ന ഓരോ വിശ്വാസങ്ങൾ അല്ലെ, ഓരോ ബിലീഫ്സ്. അപ്പോ അവര് ഈ ഓരോ കാസ്റ്റിൽ എന്തുണ്ട്, ഓരോ ബിലീഫ്സ് ആണ്. അവർ അമ്പലത്തിൽ പോകുന്നത്, അതേപോലെ തന്നെ അവർ പള്ളിയിൽ പോകുന്നത്, അതേപോലെ ഇവർക്ക് വരുന്ന റംസാൻ അല്ലെ, അതൊക്കെ എന്താ, അവരുടേതായിട്ടുള്ള എന്താണ് ഒരുപാട് വിശ്വാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റംസാൻ നമ്മൾ എന്താണ്, റംസാൻ നമ്മൾ എന്ത് ചെയ്യണം, എടുക്കണം അല്ലെ, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതേപോലെ എന്താ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങളുണ്ട്, ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. ഇപ്പോ ഡ്രസ്സിങ്ങിന്റെ കേസ് ആണെങ്കിലും, നമ്മൾ ജീവിക്കുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും, നമ്മുടെ കൾച്ചേഴ്സ് ആണെങ്കിലും എന്താണ്, ഒരുപാട് ഫാമിലി എന്ത് ചെയ്യുന്ന, ഫാമിലിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് എന്താണ്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്ക് ഫ്രം ബർത്തിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമോ, ഇല്ല. നമുക്ക് അവിടെ പോകരുത്, അല്ലെങ്കിൽ ഇതാണ് റൈറ്റ് ഇതാണ് റോങ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇതാണ് നമ്മുടെ കൾച്ചർ, ഇത് നമ്മുടെ കൾച്ചറിനനുസരിച്ച് എന്ത് ചെയ്യില്ല, നമുക്ക് ചേരില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുതിർന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്നത്, എഴുന്നേറ്റ് നിൽക്കുന്നത്. വീട്ടിൽ ഉമ്മ, ഗ്രാൻഡ് അവരൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, ഉമ്മ ഉപ്പ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. അതേപോലെ എന്താണ്, അവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണ്, അല്ല ഒരു ഫോർമൽ, ഒരു നല്ല രീതിയിൽ എന്താണ്, ഒരു റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്താ, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതേപോലെ എന്താ, അവർ നമുക്ക് പണ്ട് കാലങ്ങൾ ട്രഡീഷണൽ ആയിട്ട് പണ്ട് കാലങ്ങൾ ഉണ്ടായിരുന്ന നമുക്ക് ഒരുപാട് സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു തരും. അത് വെച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കാസ്റ്റിനനുസരിച്ച് അതിലുള്ള വിശ്വാസം, അതിലുള്ള ബിലീഫ്സ്, അത് വെച്ച് നമ്മളെ മൂവ് ഓൺ ചെയ്യുന്നത് ഹ്യൂമൻ വാല്യൂസ്. പിന്നെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഫാമിലിയിൽ നിന്ന് തന്നെ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവാം. അപ്പൊ അത് വെച്ച് അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് വാല്യൂസ്, ഒരുപാട് കാര്യങ്ങൾ, അത് വെച്ച് നമ്മുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നത്, നമ്മുടെ വാല്യൂസിൽ ചേഞ്ചസ് വരുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരുപാട് വളരെയധികം നമ്മുടെ ഹ്യൂമൻ വാല്യൂസിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഫാമിലി, നമ്മൾ ജീവിക്കുന്ന ഫാമിലി നമ്മൾ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചില കേസിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു ടൈം കഴിഞ്ഞാൽ എന്താ, ചില ഫാമിലീസ് എന്തായിരിക്കും, അപ്ഡേറ്റഡ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എന്താ, പുറത്ത് പോകാൻ സമ്മതിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയി കോഴ്സ് എടുക്കാൻ, അല്ലെങ്കിൽ പുറത്ത് കൺട്രീസിൽ പോയി ജോബ് എടുക്കാൻ സമ്മതിക്കും. ബട്ട് ചില ഫാമിലിന്റെ കേസ് എന്താണ്, അത് ഡിപ്പെൻഡ് ആയിരിക്കും, ആ ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ചില ഫാമിലീസ് എന്താണ് ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സൊസൈറ്റി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചേഞ്ചസ് വരാനുണ്ട്. നമ്മൾ ഹ്യൂമൻ വാല്യൂസ് ഒരുപാട് നമ്മൾ പുറത്തുള്ള ഒരുപാട് കൺട്രീസിൽ നിന്നുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരുപാട് നമുക്ക് ഫ്രീഡം വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് എന്താണ് ഒരു മെച്യൂരിറ്റി ലെവൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലിയും എൻ്റെ നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഈ ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫോർമലി ഉള്ളതുണ്ട് ഇൻഫോർമൽ. നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജിൽ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ എന്താ ഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരും, ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരും ഇല്ലേ. നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് എന്താ ഒരു ഫോർമൽ ആയിട്ടുള്ളതാണ്, നമ്മൾ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് എന്താണ് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തായിക്കോട്ടെ കോളേജ് എഡ്യൂക്കേഷൻ ഫീൽഡ് ഏതെടുത്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഫാമിലി നമ്മളിപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ ഗ്യാപ്പ് ഇട്ടിട്ട് PG ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഒരു 1 ഇയർ ഗ്യാപ്പ് ഇട്ടിട്ട് ഡിഗ്രി എടുക്കുന്നവരുണ്ടാവാം. നമ്മൾ ഈ വീട്ടിൽ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും ഈ സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഫീൽഡ് നമ്മുടെ കോളേജിലൊക്കെ പോയി നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഒരുപാട് പീപ്പിൾ ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട്, അവരുമായിട്ട് നമ്മൾ ഇന്ററാക്ഷൻ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആ ടീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അവരെ റെസ്പെക്ട് ചെയ്യുന്നത്, അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്നത്, നമ്മുടെ ലാംഗ്വേജസ് കീപ്പ് ചെയ്യുന്നത്, നമ്മുടെ കൾച്ചർ നമ്മൾ എന്താ അവരോട് ചൂടായി സംസാരിക്കോ ഇല്ല, അവരോട് എങ്ങനെ സംസാരിക്കുക ഒരു ഫോർമൽ രീതിയിലാണ് എന്ത് ചെയ്യുക അവരോട് സംസാരിക്കുക. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫോർമൽ ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷന് ഈ ഫ്രണ്ട്സുമായി സംസാരിക്കുമ്പോൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ രീതി നമുക്ക് ഒരുപാട് വ്യക്തികളെ ഇപ്പൊ നമുക്ക് ചില ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് നല്ലതും കിട്ടും, ചില നമുക്ക് ബാഡ് ആയിട്ടുള്ളതും കിട്ടും. നല്ല ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാല്യൂസ് ഹ്യൂമൻ വാല്യൂസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അങ്ങനെ നമ്മൾ കോളേജ് അതേപോലെ തന്നെ സ്കൂളൊക്കെ PG PhD ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാല്യൂസ് നമ്മുടെ ബിഹേവിയറിൽ എന്ത് വരും ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പൊ ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒക്കെ നമുക്ക് തന്നെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ആർട്സ് സ്പോർട്സ് അവിടെയൊക്കെ നമ്മുടെ സ്കില്ല് അവിടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാണ്. നമ്മൾ ഏതെങ്കിലും ആർട്സ് പരമായിട്ട് ഡാൻസ് അതേപോലെ തന്നെ നമ്മൾ കൂടുന്നതാണ് മൈമിങ് ഒക്കെ ഇതിനോടൊക്കെ കൂടുമ്പോൾ എന്താ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ആയിട്ടുള്ള ആ ഒരു കഴിവിനെ ഇന്നർ എബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് പാട്ട് പാടല്ലേ സോങ്ങിനുള്ളത്, അതേപോലെ സ്റ്റോറി ടെല്ലിങ്, അതേപോലെ സ്പീച്ച് എല്ലാം ഈ സ്പോർട്സ് ആകുമ്പോൾ നമുക്ക് എന്താണ് നമ്മള് ജമ്പിങ് ആയിക്കോട്ടെ റണ്ണിങ് ആയിക്കോട്ടെ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമ്മുടെ ഇന്നർ ആയിട്ടുള്ള ഒരു എബിലിറ്റിയെ കൊണ്ടുവരാനും നമ്മുടെ ഹ്യൂമൻ വാല്യൂസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഇതിലൂടെ നമുക്ക് ഇവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വരുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് ഇന്ററാക്ഷൻസ്. പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാവുന്ന ഒരുപാട് എക്സ്പീരിയൻസസ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് ബുക്സ് പഠിക്കുന്നുണ്ട്, ഇപ്പോ ഒരുപാട് സയൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇതിൽ നിന്നൊന്നും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എന്തിൽ നിന്ന് കിട്ടും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടും. ട്രാവലിംഗ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അതായത് വേണ്ടവർക്ക് ചെയ്താൽ മതി, അത് നമ്മുടെ ഇതിനനുസരിച്ചിട്ടാണ്, നമുക്ക് ഇഷ്ടമാണോ നമ്മൾ ചെയ്താൽ മതി. ബട്ട് ഈ ട്രാവലിംഗ് എന്നുള്ള ഈ ഒരു ഫാക്ടർ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബുക്കിൽ നിന്ന് കിട്ടാത്ത എന്തിൽ നിന്ന് കിട്ടും ട്രാവലിംഗിൽ നിന്ന് കിട്ടും. നമുക്കൊരു ഇന്നർ പീസ് നമ്മളെ ഉള്ളിലോട്ട് വരും. ഓക്കെ, ഒരു പീസ് എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിലോട്ട് വരും, ഒരു പീസ്ഫുൾ മൊമെന്റ്. നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും, അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവരുടെ കൾച്ചർ, അവരുടെ രീതി, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അവർ കഴിക്കുന്ന ഫുഡുകൾ, ഓക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ, അവള് വിയർ ചെയ്യുന്ന ഡ്രസ്സ്, നമ്മൾ വിയർ ചെയ്യുന്ന ഡ്രസ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യം ഒരുപാട് പ്ലേസസ്
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരും. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇപ്പൊ നമ്മൾ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ട്രാവലിംഗ് ചെയ്യാനായിക്കോട്ടെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗെയിൻ ചെയ്യാനുള്ളതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. നമ്മൾ ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ, അവിടെ നിന്ന് ഒരുപാട് ആളുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുമായിട്ടുള്ള ആ ഇന്ററാക്ഷൻസ്, കണക്ഷൻസ്, അവരുമായിട്ട് ടോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലേസസ് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടെ അവർ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് കൾച്ചേഴ്സ്, അവിടെ കൾച്ചറുകൾ, ഇപ്പൊ നമ്മള് രാജസ്ഥാൻ, ആ ജയ്പൂർ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ, അവിടെയൊക്കെ ആർട്ട് രൂപത്തില് വരച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ ഉണ്ട് അല്ലെ. ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ ആ ഒരു സിറ്റീസ്, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അവിടെ നിന്നൊക്കെ എന്താവും, നമ്മുടെ ഹ്യൂമൻ വാല്യൂ, നമ്മള് വാരണാസി, അവർക്കൊക്കെ എന്താണ് ഒരുപാട് ഇതുണ്ട് അല്ലെ, ഈ കൾച്ചർ, അതേപോലെ തന്നെ വിശ്വാസം, ബിലീഫ്സ്. ചില ടൈമിങ്ങിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവർ ഈ അമ്പലത്തിലൊക്കെ എന്താണ് ഈ പൂജിച്ചു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പണ്ടുള്ള ഈ സയന്റിസ്റ്റുമാര്, പണ്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ബുക്കിൽ വായിച്ചതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബുക്കിൽ നിന്ന് കിട്ടും, നമുക്ക് എന്തിൽ നിന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് ഒരാള് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ, അത് നമുക്ക് ഒരാൾ ഒരു കാര്യം അയാൾക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവേ ചെയ്യുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും കൂടി ഉള്ളിലേക്ക് ഡീപ്പായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, അത് നമുക്ക് വരണം. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വരുള്ളൂ. അല്ലാതെ ഒരാൾ നമുക്ക് അതിനെ കുറിച്ച് പറഞ്ഞു തന്നു, ബട്ട് നമ്മൾ അത് ഒന്നും എന്തില്ല അഫക്റ്റ് ചെയ്യില്ല. ജസ്റ്റ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവേ ചെയ്യുള്ളൂ. അല്ലെ നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യില്ല. ബട്ട് വേറെ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആ ഒരു സംഭവം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് നമ്മുടെ വാല്യൂസ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചർ. മീഡിയ ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുമ്പോൾ ടി വി, ബുക്സ്, ജേർണൽസ്, മാഗസിൻസ്, നമ്മൾ ഇന്റർനെറ്റ്, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാല്യൂസിനെ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോ നമ്മുടെ പ്രൊഡക്ട്സ്, പുറത്തു നിന്നൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, ഓൺലൈൻ ത്രൂ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നു, എന്താ നമുക്ക് ഏതായിരിക്കും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുണ്ടാവുക, ഓൺലൈൻ ത്രൂ. അത്രയും ഓഫറിൽ നമുക്ക് കിട്ടും. അതൊക്കെ എന്താ ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ നമ്മുടെ കോസ്റ്റ് ചുരുക്കി നമുക്ക് ലൈഫ് മുന്നോട്ട് പോവാം. അതിൽ നിന്നൊക്കെ ആ ഒരു പോയിന്റ് അതിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ആപ്പുകളായിക്കോട്ടെ, അതിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരുപാട് കാര്യങ്ങളായിക്കോട്ടെ, അപ്പോഴൊക്കെ എന്ത് ചെയ്യും, അത് നമ്മൾ വായിക്കുന്ന ബുക്സ് ആയിക്കോട്ടെ, മാഗസിൻസ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യം, ഒരുപാട് വാല്യൂസ് നമുക്ക് കിട്ടാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചിന്തകളെ, തോട്ട് പ്രോസസ്സിനെ അത് എന്ത് ചെയ്യും, വളരെയധികം അഫക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മളെ ഗ്രോത്തിനെ അത് എന്ത് ചെയ്യും, നന്നായിട്ട് അത് എന്ത് ചെയ്യും, ബാധിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി. റിലീജിയൻ ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ കാസ്റ്റ്. ഇപ്പോൾ മുസ്ലിംസിലാണെങ്കിൽ ഖുർആന്, ഹിന്ദുസിലാണെങ്കിൽ രാമായണം, ക്രിസ്ത്യൻസിലാണെങ്കിൽ എന്താ ബൈബിളിലെ ഇവർ ഫോളോ ചെയ്യുന്ന ഒരു ബുക്സ് ആണ്. അതായത് ഇവർ ഫോളോ ചെയ്യുന്ന ഇവരുടെ ആ ഒരു മതത്തിനുമായി, മതം പറയുന്ന, കാസ്റ്റ് പറയുന്ന, റിലീജിയൻ പറയുന്ന ആ ഒരു ബിലീഫാണ് എന്ത്, ആ ഒരു ബുക്ക് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു മുസ്ലിംസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു 7 PM അല്ലെ, നമ്മള് ബാങ്ക് കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പൊ നമ്മള് 7 to 8 PM വരെ എന്താണ്, നമ്മൾ ആ ഒരു ഖുർആൻ ഓതണം. ഇപ്പൊ ഹിന്ദുസിന്റെ കേസിൽ രാമായണം വായിക്കണം. അങ്ങനെ എന്താ, അവർക്ക് അത് വായിക്കുമ്പോൾ അവർക്ക് ഒരു ഇന്നർ പീസ് വരുന്നുണ്ട്, ഒരു പീസ്ഫുൾ മൊമെന്റ് വരുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് അതിൽ പറഞ്ഞിട്ടുള്ള ആ മതത്തിൽ, ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ വാല്യൂസിൽ, കൾച്ചേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാറ്റങ്ങൾ, നമ്മൾ അത് മാറ്റം വരുത്തുന്നുണ്ട്, നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹ്യൂമൻ അത് വെച്ച് നമ്മുടെ കാസ്റ്റിൽ എന്താണ് പറയുന്നത്, അത് വെച്ചാണ് എന്ത് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും ഒരു ദൈവമാണ്, ഒരു മതമാണ്, ബട്ട് എന്താ ഓരോരുത്തരും ഓരോ കാസ്റ്റിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ മുന്നോട്ട് പോകുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇവല്യൂഷണറി ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഇപ്പോ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഈ കിട്ടുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഓരോരുത്തർക്കും എന്താ ഓരോ ബയോളജിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ്, ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരാളെ നമുക്ക് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താണ്, ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് പലർക്കും പല രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും അല്ലെ, പല രീതിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും.
ഓരോരുത്തരെ ഇപ്പൊ നമുക്ക് അവരുടെ പേരറിയില്ലെങ്കിലും ആ ബുക്കില് ഹാൻഡ് റൈറ്റിംഗ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഐഡന്റിഫൈ ചെയ്യാം. അതെന്താ, അത് അവരുടേതായിട്ടുള്ള ഒരു ജനറ്റിക് ഫീച്ചറാണ്, അവരുടേതായിട്ടുള്ള എന്താണ് ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള അവരുടേതായിട്ടുള്ള ഒരു സ്കില്ലാണ്. ഓക്കെ, അപ്പൊ ഓരോരുത്തർക്കും ഓരോ, ഇപ്പൊ നമ്മള് ഓരോ കാര്യങ്ങൾ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, ഓരോ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്, ഓരോ 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 ഈവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നമുക്ക് എന്താണോ ഓക്കെ ആവുന്നത്, നമ്മളിൽ എന്താണോ റേറ്റ് ആയി കിടക്കുന്നത്, അത് വെച്ച് എന്ത് ചെയ്യാം, ഫോളോ അപ്പ് ചെയ്യാം. അതായത് ഓരോരുത്തർക്കും ഓരോ ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കും. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അവരെ ബാധിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. എല്ലാവരും ഒരേ രീതിയിലാണ് ബാധിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെയാണ് എടുക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം വേറൊരാൾ എടുക്കുന്നത് ചിലപ്പോ ആ ഒരു മൈൻഡിലായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുക്കാൻ, ടീച്ചേഴ്സ് നമ്മളോട് ദേഷ്യപ്പെടുന്നത്, നമ്മുടെ പാരന്റ്സ് നമ്മളോട് ദേഷ്യപ്പെടുന്നത്, ടീച്ചേഴ്സ് ഒക്കെ ദേഷ്യപ്പെടുന്നതായിരിക്കും, കുട്ടികൾക്ക് എന്തായിരിക്കും, സ്റ്റുഡൻസിന് വളരെയധികം ദേഷ്യം ഉണ്ടാവും. അതായത് ഇപ്പൊ ചിലവര് ചിന്തിക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതാത്തത് കൊണ്ടാണ് ടീച്ചർ നമ്മളെ ദേഷ്യപ്പെട്ടത്. ചിലരെന്ത് ചിന്തിക്കും, എനിക്ക് ടീച്ചറെ ഇഷ്ടമല്ല, ടീച്ചറിനോട് എന്ത് ചെയ്തു, ചൂടായിട്ടുണ്ട്. ബട്ട് എന്താ, ആ ഒരു കാര്യത്തെ തന്നെ നമുക്ക് പല രീതിയിൽ എടുക്കാം. നമ്മുടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഹെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഷേപ്പ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ ഫേസിന്റെ ഷേപ്പ് ആണോ, എല്ലാവർക്കും ഒരേ ഹെയർ ആണോ, എല്ലാവർക്കും ഒരേ കളർ ആണോ? അല്ല, അതൊക്കെ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്, ആ ബയോളജിക്കൽ ഫാക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഹ്യൂമൻ വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്യാന്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എന്ത്, അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഇത്രത്തോളം കാര്യങ്ങളാണ്. ഇതിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിക്കോളെ ഹാർട്ട്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, പേഴ്സണാലിറ്റി 1967 എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇനി നമ്മളതില് യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് 4 പുരുഷാർത്ഥാസ് ആണ് നമ്മൾ പറയുന്നത്. അർത്ഥ, കാമ, ധർമ്മ, മോക്ഷ. ഈ 4 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹ്യൂമൻ വാല്യൂസിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വെൽത്ത്, എക്കണോമിക് വാല്യൂ, നമ്മുടെ സമ്പത്ത്. ഓക്കെ, അർത്ഥത്തിൽ അതാ പറയുന്നത്, നമ്മുടെ സമ്പത്ത്, നമ്മൾ ജീവിക്കുന്ന ആ ഒരു നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ മെയിൻ്റെനൻസ്, ഹ്യൂമൻ ലൈഫിന്റെ ആ ഒരു വെൽത്ത് അല്ലെ, നമുക്ക് എക്സിസ്റ്റ് ചെയ്യാം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ക്യാഷ് വേണം, നമുക്ക് വെൽത്ത് വേണം അല്ലെ. അതാണ് അർത്ഥയിൽ പറയുന്നത്. കാമ എന്ന് പറയുന്നത് എന്താ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഡിസൈർസ്, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അതായത് പ്ലഷർ, നമ്മളെ ഹാപ്പിനെസ്, അതാണ് എന്ത് കാമയിൽ വരുന്നത്. ധർമ്മ, ലോവർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ധർമ്മയിൽ വരുന്നത് എന്താ, നമ്മുടെ മോറൽ വാല്യൂസ്, നമ്മുടെ ലോകൾ, നമ്മുടെ റൂൾസ്, ഓരോ കാസ്റ്റ് ഓരോ റൂളുകളിൽ ഓരോ റൂൾസ്, നമ്മുടെ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ലോകളാണ് എന്തിൽ വരുന്നത്, ധർമ്മയിൽ വരുന്നത്. മോക്ഷ എന്ന് പറഞ്ഞത് ലിബറേഷൻ ഓർ സാൽവേഷൻ ഫ്രം ദ എഫക്ട്സ് ഓഫ് കർമ്മ. നമുക്കൊരു മോക്ഷം, നമുക്ക് എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യണം, ലിബറൽ ആവണം, എല്ലാത്തിലും നമുക്ക് എന്ത് കിട്ടണം, നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് അതിൽ നിന്നുള്ള കർമ്മ വരുന്ന പറയാറില്ലേ. അപ്പോ അതിൽ നിന്നുള്ള കർമ്മ, അതിൽ നിന്നൊക്കെ ഒരു മോക്ഷം, അതായത് അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, രക്ഷപ്പെടാം. അങ്ങനെ 4 പുരുഷാർത്ഥാസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്കുള്ളത് എന്നാണ് നമ്മുടെ പണ്ട് നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ബുദ്ധിസ്റ്റ് അല്ലെ, ഈ ബുദ്ധന്മാര് നിങ്ങൾ കേട്ട, അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്തുണ്ട്, ഒരുപാട് അവർ പറയുന്ന 4 നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള 4 കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ലൈഫ് സങ്കടങ്ങൾ കൊണ്ടും പ്രോബ്ലംസ് കൊണ്ടും സോറോസ് കൊണ്ടും ഉള്ളതാണ് ലൈഫ്. ബട്ട് ഈ സോറോസിന്, ഈ പ്രോബ്ലത്തിന് എന്തുണ്ട്, ബാക്കിൽ ഒരു ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ പറയാറുണ്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ സോറോസും, എല്ലാ പ്രോബ്ലംസും വരുന്നത് എന്താണ്, അതിന് എന്തൊരു റീസൺ ഉണ്ട് അതിന്റെ പിന്നില്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഏതൊരു പ്രോബ്ലത്തെ, ഏതൊരു സിറ്റുവേഷൻ എന്ത് ചെയ്യും, നമ്മൾ ഫേസ് ചെയ്യില്ലേ. അത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, നമുക്ക് ഓവർകം ചെയ്യും. നമ്മളത് ഓവർകം ചെയ്തൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ നമുക്ക് കഴിയും.
അതായത് നമുക്ക് നമ്മുടെ ലൈഫ് ഫുൾ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ, സോറോസ് ഒക്കെ വരുന്നുണ്ട് ലൈഫ് ഫുള്ള്. ആ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇത്തരം സോറോസ്, ഇത്ര പ്രശ്നങ്ങൾ വരാൻ ഇതിന് ബാക്കിൽ എന്തുണ്ട്, ഒരു റീസൺ ഉണ്ട്. ഈ റീസണിൽ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഓവർകം ചെയ്ത് എന്ത് ചെയ്യും, ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയി നമ്മൾ മാറും. അതാണ് ബുദ്ധിസ്റ്റുമാര് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ വാല്യൂസിലാണ്. അതായത് നമ്മൾ ലൈഫിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായി വരും അല്ലെ. ഒരുപാട് ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എല്ലാവർക്കും എന്തുണ്ട്, ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ഇപ്പോ എത്ര ഹാപ്പിനെസ് ഉള്ള എല്ലാവരും ഹാപ്പിയിലാണ്, എല്ലാവർക്കും ഇപ്പൊ ഹാപ്പി ആവാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഇപ്പൊ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ പറ്റും? ഇല്ല. എല്ലാവർക്കും റിച്ച് ആണോ? എല്ലാവരും പുവർ ആണോ? അല്ല. ഇത് മാറി മാറിക്കൊണ്ടേ വരും. എല്ലാവർക്കും എന്തുണ്ട്, ഒരു ലൈഫിൽ ഒരു മൊമെന്റ് വരുന്നുണ്ട്. ഓക്കെ, റിച്ച് ആയിട്ടും പുവർ ആയിട്ടും അത്രയും നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട സ്റ്റേജും അതെല്ലാവർക്കും ഉണ്ട്. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് എന്ത്, നമ്മളെ ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാം അല്ലെ. സ്ട്രഗിൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് എല്ലാതും നമ്മൾ പറയുമ്പോഴതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അതായത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്താണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചാലും നമ്മുടെ ഡ്രീം മൊത്തം നടക്കുകയാണ്. അപ്പൊ അതിലെന്തില്ല, ഡ്രീം മൊത്തം നമ്മൾ ആഗ്രഹിച്ച എന്താണ് അതൊക്കെ ദൈവം തരികയാണ്. അപ്പൊ എന്താണ്, അതിനെന്തില്ല, അത് അങ്ങനെ ആകുമ്പോ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. നമുക്ക് നമുക്ക് ആഗ്രഹിച്ച കാര്യം കിട്ടാതെ ആവുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നടക്കാതാവുമ്പോ എന്താ, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്ട്രഗിൾ ചെയ്യും. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് അറ്റം വരെയും പോകും അല്ലെ. നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കോഴ്സ്, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വർക്കിന് കയറണം എന്നുണ്ടെങ്കിൽ എന്താ, നമുക്കത് നടക്കുന്നില്ല. അങ്ങനെ നടക്കാതെ വരുമ്പോ എന്താണ്, നമ്മൾ അത് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. അത് നടത്തണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, അത് നടത്തണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ സ്ട്രഗിളിങ് നല്ലോണം വരും അല്ലെ. ആ സ്ട്രഗിളിങ് വരുമ്പോഴാണ് എന്ത്, നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിട്ട് മാറും. അതാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹ്യൂമൻ വാല്യൂസ് ഡിക്റ്റേറ്റിംഗ് ഡേ ടു ഡേ ലൈഫ് ഡിസിഷൻസ്. നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ഡിസിഷൻ മേക്കിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടുന്ന, അതായത് ഇപ്പൊ നമ്മള് സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിൽ ഓരോ ഡിസിഷൻസ് നമ്മൾ എടുക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസിഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മൾ തോട്ട് പ്രോസസ് നമ്മൾ ചേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ അതേപോലെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ പറയുന്നതാണ് ഫസ്റ്റ് പോയിന്റ് ആണ് പ്രയോറിറ്റൈസേഷൻ. പ്രയോറിറ്റൈസേഷൻ അതായത് നമ്മളെ വളരെയധികം പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ട്രൂത്ത്, നമ്മൾ എന്തെന്നെ സംഭവിച്ചാലും നമ്മൾ വിചാരിക്കുകയാണ് വളരെയധികം ജെനുവിൻ ആയിട്ടേ നിൽക്കുള്ളൂ, ട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യം മാത്രമേ പറയുള്ളൂ, ട്രൂത്തിനെ മാത്രമേ നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ, നമ്മുടെ വാല്യൂസിൽ, ഹ്യൂമൻ വാല്യൂസിൽ, നമ്മുടെ ബിഹേവിയറിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് ട്രൂത്തിനാണ്. നമ്മൾ എന്തെന്നെ സംഭവിച്ചാലും, എത്ര ബാഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എന്ത് സംഭവിച്ചാലും, ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ജെന്യുവിൻ ആയിട്ടേ നിൽക്കുള്ളൂ. നമ്മൾ ജെന്യുവിൻ ആയിട്ടേ നിൽക്കുള്ളൂ. എത്ര വന്നാലും നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ, നുണ പറയില്ല. നമ്മൾ ഏതൊരു പ്രശ്നവും നമ്മൾ ജെന്യുവിൻ ആയിട്ടേ നിൽക്കുള്ളൂ, അല്ലാതെ ഒരാളും വേദനിപ്പിക്കുന്ന രീതിയിൽ നിൽക്കില്ല. ആ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ മുൻതൂക്കം വെക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്, സത്യത്തിനാണ്. അതേപോലെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്യില്ല. നമ്മൾ ഒരിക്കലും എന്തെന്നെ സംബന്ധിച്ച് നമുക്ക് വേണ്ടി നിന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ റൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഒരാളെയും ചീറ്റ് ചെയ്യില്ല. അങ്ങനെ നമ്മൾ ലൈഫ് ലോങ് നമ്മൾ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്, ഒരു ഹ്യൂമൻ വാല്യൂ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിസിഷൻ എന്ത് ചെയ്യും, വളരെയധികം അഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ സത്യം മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യണം, ഡിസിഷൻസ് എന്തായിരിക്കും, അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് ആയിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, എന്താണ് റൈറ്റ് എന്താണ് റോങ്, അത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. ഇപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാന്നുണ്ടെങ്കിൽ, ഒരു സ്കൂൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, നമ്മൾ പ്രിൻസിപ്പളോട് പോയി ചൂടാവാണ്, ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാത്തില്ല, നമ്മൾ പ്രിൻസിപ്പളോട് ചൂടാവാണ്. അപ്പൊ നമ്മൾ എന്താണ്, അവിടെ നമുക്കറിയാം ചൂടാവേണ്ട കാര്യമില്ല,
ഒരു നല്ല രീതിയിൽ ഫോമൽ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വന്നതിനുണ്ടാവും സാറ് ഇത് കണ്ടക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ റൈറ്റ് റോങ് അല്ലേ, റൈറ്റ് ആയിട്ടുള്ളത് റോങ് ആയിട്ടുള്ളത്, റൈറ്റ് ആയിട്ടുള്ള ചെയ്യാൻ എന്താണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഡിസിഷൻസിനെ അതെന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ എന്താ നമ്മൾ റൈറ്റ് ആയിട്ടുള്ളത് എടുക്കുക, റോങ് ആയിട്ടുള്ളതിനെ ഒഴിവാക്കുക. അതേപോലെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്താണ് ഒരുപാട് ഈ ലഹരി അല്ലെ ഡ്രഗ്സിന് എന്താണ് അഡിക്റ്റ് ആണ്. അപ്പോൾ ഓരോരുത്തർക്കും അറിയാം എന്ത് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിലെ റൈറ്റ് നമ്മൾ എടുത്തു, റോങ് നമ്മൾ ഒഴിവാക്കി. അങ്ങനെ ഏതൊരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്താ, റൈറ്റിന് എടുക്കുന്നു, റോങ് നമ്മൾ ഒഴിവാക്കുന്നു. അത് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾ, ഏതൊരു ഡിസിഷൻ നമ്മൾ ലൈഫിൽ എടുക്കാനെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് ഓക്കെ ആക്കി കൊണ്ടുപോകാൻ പറ്റും. റൈറ്റ് റോങ് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ ഡിസിഷൻസ് എടുക്കണം. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മളെല്ലാവരും ലൈഫ് മുന്നോട്ട് പോകുന്ന എന്തിനാ, ഓരോ ഗോൾ അച്ചീവ് ചെയ്യാനാ, ഓരോ ഒബ്ജക്റ്റീവ് നമുക്ക് ഫുൾഫിൽ ചെയ്യാനാ, നമ്മുടെ ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്യാനാണ്, ഡ്രീം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ അല്ലെ. എല്ലാവരും മുന്നോട്ട് പോകുന്ന എന്തിനാണ്, നമ്മുടെ ഡ്രീം, നമ്മുടെ ലൈഫിൽ നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാന്, നമ്മുടെ ഡ്രീം പ്ലേസിലോട്ട് എത്താന്, നമ്മുടെ ഡ്രീം എന്താണോ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, എല്ലാവരും മുന്നോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന നമ്മുടെ ഹ്യൂമൻ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റൈൻ ചെയ്യാം. റിലേഷൻഷിപ്സ് ആൻഡ് ഇന്ററാക്ഷൻസ്. റിലേഷൻഷിപ്സ് ആൻഡ് ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ണർ, നമ്മുടെ ഒരു മാരീഡ് വ്യക്തിയുടെ പാർട്ണർ, ആ റിലേഷനും അതേപോലെ നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫോമൽ ആയിക്കോട്ടെ, നമ്മൾ സൊസൈറ്റിയുമായുള്ള ഇന്ററാക്ഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ഓരോ ഡിസിഷൻ എടുക്കാനും എല്ലാം നമ്മൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ സറൗണ്ടിങ്സ് മൊത്തം, നമ്മുടെ കാസ്റ്റ്, നമ്മൾ ലിവ് ചെയ്യുന്ന ആ ഒരു രീതി എല്ലാം എന്താണ്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മളിപ്പോൾ വേറെ ആളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഐഡിയാസ്, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന, മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അവിടുത്തെ ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ നമ്മൾ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകുമ്പോൾ, ഒരുപാട് ഈവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഒരുപാട് ഈവന്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ, ഇപ്പൊ സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഈവന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരുപാട് സ്കൂൾ പ്രോഗ്രാംസ്, മാഗസിന്റെ ആ ഒരു മാഗസിന്റെ മാഗസിൻ അവതരണം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത്, ഒരുപാട് പുറത്തുനിന്നുള്ള സാർമാർ വരുമ്പോൾ അവർ ക്ലാസ് എടുക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഒരു റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ലൈഫിൽ അത് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരും. ഹ്യൂമൻ വാല്യൂസ്, ദെൻ പേഴ്സണൽ വെൽബീയിങ്. എല്ലാവർക്കും എന്താ, പേഴ്സണൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. വെൽബീയിങ് നല്ല രീതിയിൽ ഒരു എയിമില് ഇത്ര ഒരു പോയിന്റ്, മാക്സിമം പോയിന്റിൽ എത്താൻ എന്ത് ചെയ്യണം, എല്ലാവരും മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്നത് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗ്രോത്തിനെ അഫക്ട് ചെയ്യുന്ന, നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നമ്മൾ ഏത് ജോബാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കിട്ടുന്ന സാലറീസ്, ദെൻ അവിടെ നിന്ന് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ആളുകള്, അങ്ങനെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് കണക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ വെൽബീയിങ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കണം, പഠിത്തം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, വർക്കിന് കയറും. അപ്പൊ വർക്കിന് കയറുമ്പോൾ എന്താ, നമുക്ക് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടുക, വേറൊരു ഫീൽഡിലോട്ട് നമ്മൾ പോവാണ്. വേറെ അവിടെ നിന്ന് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസ്, അവിടെ നിന്ന് ഒരുപാട് നമ്മൾ നേടിയെടുക്കുന്ന അവിടെ പ്രോഗ്രാംസ്, അവിടുത്തെ ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അഫക്ട് ചെയ്യുന്നില്ലേ, നമ്മുടെ ഹ്യൂമൻ വാല്യൂസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലിക്ക് കയറും, നമ്മളിപ്പോ പറയാറുണ്ട്, നമ്മൾ സ്റ്റുഡൻസ് ഒക്കെ ആയി നിൽക്കും, നമ്മൾ വളരെയധികം സംസാരിക്കും അല്ലെ, വളരെയധികം സംസാരിക്കും. നമ്മൾ സ്റ്റുഡന്റ് ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം സംസാരിക്കും, എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ബട്ട് നമ്മൾ വർക്കിന് കയറുമ്പോൾ കുറേയൊക്കെ നമുക്ക് എന്ത് വരും, ഒരു ഡിസിപ്ലിൻ സ്റ്റേജ് വരും. ഒരു ഡിസിപ്ലിൻ, നമ്മുടെ മെച്ചൂരിറ്റി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മെച്ചോർഡ് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും.
ഒരുപാട് ഡിസിപ്ലിൻ ആയിട്ടുള്ള സ്റ്റേജ് വരും. ആ ഡിസിപ്ലിൻ വരുമ്പോൾ എന്താ അവിടേക്ക് നമ്മൾ പേഴ്സണൽ വെൽബീങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഡിസിപ്ലിന് നമ്മുടെ നമുക്ക് എന്താണ് അറ്റൈൻ ചെയ്യേണ്ട ഗോളിലോട്ടുള്ള ആ ഒരു ഫോക്കസ് മാത്രം കൊടുക്കുക. അപ്പൊ അതൊക്കെ എന്താ നമ്മുടെ പേഴ്സണൽ വെൽബീങ്ങിനെ സഹായിക്കുന്നുണ്ട്. ദെൻ ലോങ് ടൈം എഫക്ട്സ്. ഇപ്പോ നമ്മൾ എടുക്കുന്ന ഏതൊരു തീരുമാനങ്ങളും നമുക്ക് ഒരു ഷോർട്ട് ടൈം പീരീഡിലോട്ടല്ല, ഒരു ലോങ് ടൈമിലോട്ടാ. അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ ഒരു തീരുമാനം, ഈ ഒരു ഡിസിഷൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഭാവി നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും, ഇത് നമ്മളെ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെടുത്ത ഡിസിഷൻസ് ചിലപ്പോൾ തെറ്റാറുണ്ട്, നമ്മളെടുത്ത ഡിസിഷൻസ് ചിലപ്പോൾ റൈറ്റ് ആവാറുണ്ട്. നമ്മള് ചിലപ്പോൾ നമ്മൾ പറയാം, നമ്മൾ കോഴ്സ് എടുക്കുമ്പോൾ ചില കോഴ്സ്, ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്കോപ്പ് ഉണ്ടാവും, അപ്പൊ ഈ കോഴ്സ് എടുക്കണമെങ്കിൽ ആ കോഴ്സ് എടുത്താൽ മതിയായിരുന്നു, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ആ കോഴ്സാണ് ഒന്നും കൂടി സ്കോപ്പ് ഉള്ളത്, അപ്പൊ ആ കോഴ്സിലോട്ട് പോയാൽ മതിയായിരുന്നു, അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഏത് കോഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ കോഴ്സ് മുഖാന്തരം നമ്മൾ ഇവിടെ നിന്ന് പഠിക്കണ്ട, പുറത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് എന്ത് കിട്ടും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ അത്തരത്തിൽ എന്താണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നേക്കുള്ളതല്ല, ഒരു ലോങ് ടേമിലോട്ടുള്ളതാണ്, ലോങ്ങിലോട്ടുള്ളത്. ആ ലോങ്ങിൽ എന്ത് ചെയ്യണം, ലോങ്ങിൽ ആ നമ്മളെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം സൂക്ഷിച്ചു വേണം എടുക്കാൻ. നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ഇനി ആവേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എല്ലാം എന്ത് ചെയ്യണം, മൈൻഡിൽ വേണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ തീരുമാനങ്ങളും അതിനനുസരിച്ച് എടുക്കണം. ഓക്കെ, ലോങ് ടൈം എഫക്ട്സ് ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, ഷോർട്ട് പീരിയഡിലോട്ടല്ല, മുന്നിലോട്ട് എന്താണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അവയർനെസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അവയർനെസ്. ഇപ്പോ നമ്മുടെ വാല്യൂസ്, നമ്മുടെ അവയർ ആയിരിക്കും. റിഫ്ലക്ഷൻ, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയേഴ്സ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ തീരുമാനങ്ങള്, നമ്മളെ എക്സ്പീരിയൻസുകൾ, നമുക്ക് പാസ്റ്റിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എല്ലാം നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മളത് ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ സെൽഫായിട്ട് ഫസ്റ്റിൽ നമ്മൾ നടത്തേണ്ടതാണ് എന്ത്, ഒരു സെൽഫ് സ്റ്റഡി. നമ്മൾ എന്താണ്, നമ്മൾ ഏത് സ്റ്റേജിലാണ് ഇപ്പൊ നിൽക്കുന്നത്, എങ്ങോട്ടാണ് ഇനി, ഏത് റൂട്ടിലോട്ടാണ് നമ്മൾ ഇനി, ഏത് വേ ആണ് നമുക്ക് ബെറ്റർ ആയിട്ട് കിടക്കുന്നത്, ഏതാണ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട്, ഏതാണ് നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് മുന്നോട്ട് കിടക്കുന്നത്, എല്ലാം എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം, നോക്കണം. അങ്ങനെ നമ്മളെ കുറിച്ച് നമുക്ക് എന്ത് വേണം, ഒരു അനാലിസിസ് വേണം, ഒരു സെൽഫ് അനാലിസിസ് വേണം. നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഓരോ കാര്യങ്ങളും എന്ത് സംഭവിച്ചാലും അത് നമ്മളെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഏത് നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലെ എന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യാൻ പറ്റുക, അതിലോരോ കാര്യങ്ങളും ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുക, ഓരോ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഒക്കെ നമുക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുമ്പോൾ അല്ലെ. അല്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളിത് സെൽഫായിട്ട് ഒരു അവയർനെസ്, സെൽഫ് റിഫ്ലക്ഷൻ ഒന്നും നോക്കുന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല, അതായത് നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്, നമുക്ക് ഇവഞ്ച്വലി എന്ത് ചെയ്യുന്നില്ല, ഒരു ഗ്രോത്ത് നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ നോക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹ്യൂമൻ വാല്യൂസ് ഡിറ്റക്റ്റിംഗ് ഡേ ടു ഡേ ലൈഫ് ഡിസിഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യും നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് എന്നുള്ള ഈ ഒരു ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ വാല്യൂസ്, ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ച് എന്ത് ചെയ്തു നമ്മൾ പഠിച്ചില്ലേ, എങ്ങനെയാണ് ഹ്യൂമൻ വാല്യൂസ് മനസ്സിലാക്കേണ്ടത്, ആ ഹ്യൂമൻ വാല്യൂസ് എങ്ങനെയാണ് നമ്മളെ ലൈഫ് ഡിസിഷൻസ്, ഡേ ടു ഡേ ആയിട്ടുള്ള ലൈഫ് ഡിസിഷൻസിനെ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു, ഹ്യൂമൻ വാല്യൂസിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമൻ ബീങ്ങിന് എന്തെങ്കിലും ഹ്യൂമൻ വാല്യൂ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്താ, അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരുപാട് പേഴ്സണലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒക്കെ നമുക്ക് ഏറ്റവും പീസ് കിട്ടാനുള്ള, ഒരു ഇന്നർ പീസ് വരാനുള്ള, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള, ബുക്കിൽ നിന്നൊക്കെ നമുക്ക് ബുക്കിനേക്കാൾ കൂടുതൽ, നമ്മൾ വായിക്കുന്ന ബുക്കിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് കിട്ടും,
ഈ ഒരു ട്രാവലിങ് പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു. നമ്മള് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈം എനി ടൈം അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ നമുക്ക് നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് അറേസ് ചെയ്യാൻ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങൾ ഈ PDF പഠിക്കുക, അതേപോലെ തന്നെ ക്ലാസ് വീഡിയോ നന്നായിട്ട് എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.